സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിന്റെ പുതിയൊരു ബ്രാൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡിൽ ഉച്ച സമയമാകുമ്പോഴത്തേക്കും പൊതുവേ നമ്മൾ വിശന്നിരിക്കുവാണല്ലോ. അപ്പം ഞാൻ നോക്കുമ്പം ഇവിടെ എനിക്ക് ബ്രിഞ്ചോൾ കാണുന്നുണ്ട്, അതുപോലെ തൈര്, പിന്നെ അരി കാണുന്നുണ്ട്, വാട്ടർമെലൺ ജ്യൂസ് കാണുന്നുണ്ട്, ബട്ടർ കാണുന്നുണ്ട്, ചീസ് കാണുന്നുണ്ട്, അങ്ങനെ കുറേ അവിടെ ഇവിടെയും തൊടാത്ത കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് വെജിറ്റേറിയൻ ഫുഡ്, ഇനി വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണോ ഓർ ബ്രിഞ്ചോൾ വെച്ചിട്ട് നോൺ വെജ് ഉണ്ടാക്കുമോ ഒന്നും നമുക്കറിയത്തില്ല. കാരണം ഷെഫിൻ്റെ കാര്യം ആയതുകൊണ്ട് ഷെഫിനോട് തന്നെ ചോദിക്കണം. ഇത് വെച്ച് ചിലപ്പോൾ നോൺ വെജ് ഒക്കെ ഉണ്ടാക്കി കളയും. അപ്പോൾ എന്തായാലും എന്താണ് ഇന്നത്തെ ഫുഡ് ഐറ്റം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഷെഫിനെ ഇൻവൈറ്റ് ചെയ്താലോ. സോ ലെറ്റ്സ് വെൽക്കം ഷെഫ് നളൻ. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതാണ് വിശേഷം. കംപ്ലീറ്റ് ജിഗിജിഗാണല്ലോ. ഇന്ന് നമ്മൾ കുറച്ചുകൂടെ ഒരു ജിഗിജിഗാണ്. അതെ, ഇന്ന് നമ്മുടെ ഡാൻസും പരിപാടി ഡിസ്കോ എഫക്റ്റ് ആവാന്ന് ഓർത്തു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ഡിസ്കോ എഫക്റ്റ് ഒക്കെ വേണ്ട ഷെഫിന് എപ്പോഴും ബ്ലാക്ക് ഇടാൻ പറ്റുന്നതിൽ എനിക്കൊരു സങ്കടം. സന്തോഷമുള്ള വല്ലപ്പോഴൊക്കെ നമ്മുടെ ഓഡിയൻസ് കാണണ്ടേ കുറച്ചൊരു വെറൈറ്റി ചെയ്തില്ലേ. അപ്പൊ ഇന്ന് ഞാൻ നോക്കിയപ്പം ബ്രിഞ്ചാളാണ്, അതിന്റെ കൂടെ തന്നെ തൈര്, അരി, ബട്ടർ, ചീസ്, അങ്ങോട്ടും ഇങ്ങോട്ടും വാട്ടർമെലൺ ജ്യൂസ്, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുടിക്കാൻ വേണ്ടി വെച്ചതാണ് നമ്മുടെ ഗസ്റ്റിന് വേണ്ടിട്ട് സ്പെഷ്യൽ. വരുന്ന ഗസ്റ്റ് വളരെ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞു. അതെ, അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഇത് എന്താണ് ഫുഡ് ഐറ്റം എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്താലോ. ഗസ്റ്റിനെ പറ്റി രണ്ട് വാക്ക് പറയാം. ഗസ്റ്റിനെ പറ്റി അപ്പൊ ചേച്ചിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ പണ്ട് തൊട്ടേ നമ്മളിങ്ങനെ ഒത്തിരി അധികം കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് സ്വന്തം നമുക്കൊരു വാത്സല്യം, അമ്മയുടെ ഒരു വാത്സല്യം നമുക്ക് കിട്ടുന്ന പോലെ നമുക്ക് തോന്നത്തില്ല. അങ്ങനെ തോന്നുന്ന സിനിമകളിലാണെങ്കിലും വളരെ സജീവമായിട്ടുള്ള നമ്മുടെ സ്വന്തം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ് നമ്മുടെ സ്വന്തം നിഷ ചേച്ചിയാണ്. സോ ലെറ്റ്സ് വെൽക്കം നിഷ ചേച്ചി. നമസ്തേ. ഞാൻ സാരിയിലേക്കാണ് പ്രതീക്ഷിച്ചത് കേട്ടോ. പക്ഷെ ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. അയ്യോ, അപ്പൊ സുന്ദരി അല്ലായിരുന്നു. സാരി അച്ചാറില് ഇതിലും ഭയങ്കര അല്ല, നാളെ സാരി വേണമെങ്കിൽ കൊടുക്കാം. നന്നായിട്ടുണ്ട്. പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ട്, അടിപൊളിയാണ്. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് ഒരു സുഖം ഉണ്ടായിരുന്നു. ചേച്ചി, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫുഡ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ട് എന്താന്ന് തോന്നുന്നു? ചേച്ചി എന്തായാലും നന്നായിട്ട് കുക്ക് ചെയ്യുന്നതാണല്ലോ, അപ്പം എന്താണെന്ന് തോന്നുന്നു? പച്ചക്കറിയും പച്ചമുളക് ഒക്കെയാണ് എനിക്ക് അതാണ് തോന്നുന്നത്. ഇതിപ്പോ ഇങ്ങനെ നമ്മൾ കാണുമ്പോ ഇത് വഴുതനങ്ങ, ഇത് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, തൈര്, ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് ചെയ്യുമ്പോഴാണ് അതൊരു കറി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് പച്ചക്കറി എന്ന് പറയാൻ പറ്റുള്ളൂ. പഴങ്കഞ്ഞി നോട്ടിൽ പിടിക്കുക അങ്ങനെയാണെങ്കിൽ. എന്താണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ വാട്ടർമെലൺ റൈസ് തുടങ്ങാം. വാട്ടർമെലൺ റൈസ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അത് അടുപ്പിങ്ങനെ കത്തിക്കണം ചേച്ചി. അപ്പം റൈസിനൂടെ കുറച്ച് വാട്ടർമെലൺ ജ്യൂസ് ഇട്ടാ വാട്ടർമെലൺ റൈസ് ആയല്ലോ. അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പം ബട്ടർ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ ബട്ടർ ഇട്ടു കേട്ടോ. അതെ, ബട്ടർ വേണം. ഫുൾ ബട്ടർ ഇട്ടു. ഓക്കെ. പക്ഷെ അതെനിക്കിപ്പോ കഴിക്കാനാ തോന്നണ ബട്ടർ. സത്യം, ഇങ്ങനെ എടുക്കുമ്പോ കഴിക്കാനാ തോന്നണല്ലേ. അടിപൊളിയല്ലേ? അടിപൊളി. ചേച്ചി, ഈ അടുത്ത് മറ്റേ മഹാറാണി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയായിരുന്നല്ലോ, OTT ഇറങ്ങിയായിരുന്നല്ലോ. അപ്പൊ ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഒത്തിരി ട്രോളൊക്കെ വന്നായിരുന്നു. ഓർമ്മ ഒരു സീനില്ല അതിനകത്ത്, അത് നമ്മള് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത പ്രവൃത്തി കൊണ്ട് കാണിക്കുന്നത്. അപ്പൊ അത് ഭയങ്കര ട്രോളൊക്കെ ആയിട്ട് ചില കാര്യങ്ങൾ അങ്ങനെയല്ല, നമുക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല, കാണിച്ചു കൊടുക്കാം. ഇതിപ്പോ അതിനുശേഷം ഇത്ര മതിയോ? അത് മൊത്തം ഇട്ടു. പിന്നെ വാട്ടർമെലൺ ജ്യൂസ് മൊത്തം ഇട്ടു. ആ ഒരു സെറ്റിൽ എങ്ങനെയായിരുന്നു ചേച്ചി? നമ്മൾ ആ സിനിമ കാണുമ്പോൾ, ഞാൻ സിനിമ ഉണ്ടായിരുന്നു മൊത്തത്തിൽ, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ആ സിനിമ കാണുമ്പോൾ നമുക്കിങ്ങനെ തോന്നുന്നു അവസാനം ചേച്ചി പോയിട്ട് ആ മരുമോളെയൊക്കെ വിളിച്ചു വരുത്തുന്നതൊക്കെ ഉണ്ടല്ലോ, ഇരുന്നതൊക്കെ. അപ്പൊ ആ സിനിമ സെറ്റൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, ഞാൻ ചേച്ചി. അപ്പൊ നമ്മൾ ആദ്യം ബട്ടർ ഇട്ടു, എന്തായിരുന്നു അതിന് നമ്മൾ പറയാ, അരി ഇട്ടു. ഇതിനിടയിൽ കൂടെ ചേച്ചി പിന്നെ എല്ലാം അരിയിടാണ് നമ്മള്. അപ്പൊ വാട്ടർമെലൺ ജ്യൂസ് ഇട്ടു, പിന്നെ ഉപ്പിട്ടു, അരി ഇട്ടു. ഇത്ര സംഭവങ്ങളാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇതിന്റെ ഫുൾ പ്രിപ്പറേഷൻ ടൈം എത്രയെന്ന് ചോദിച്ചാൽ ഞാൻ തിരിച്ച് പറയാം. ഇല്ല, വാച്ച് സമയം ഞാൻ ചോദിച്ചതാണ് എത്ര സമയം എടുക്കും ഈ ഒരു സാധനം പ്രിപ്പയർ ചെയ്യാൻ. 13 മിനിറ്റ് അത്രേ ഉള്ളൂ. 13 മിനിറ്റിൽ ഇത് റെഡിയാവും. ഓക്കെ, റെഡി. ചേച്ചിക്ക് വീട്ടിൽ ഏറ്റവും കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു
ഫുഡ് ഐറ്റം എന്താണ്? എനിക്കെല്ലാം ഇഷ്ടമാണ്. ചേച്ചി സ്വന്തം ഇഷ്ടപ്പെട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്ന ചേച്ചി സ്വന്തം അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു ഞാൻ ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കി അങ്ങ് കഴിക്കും. അപ്പൊ വീട്ടില് പലഹാരങ്ങൾ എപ്പോഴും കാണും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. എന്നെ കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ വെച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. തൈര് കിട്ടിയാൽ തൈര് വെച്ച് ഉണ്ടാക്കും. തൈര് കിട്ടിയ തൈരിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാലോ നമുക്ക്, ഇല്ലേ? കുറച്ച് പോമോയും ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് പോമോയും കുറച്ച് വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുപോയിട്ടിട്ട് ഒരു സാലഡ് ഉണ്ടാക്കാം. നമുക്ക് ബ്രിഞ്ചോളം മുറിക്കണം. ഇതിന്റെ നമ്മൾ എന്താ ഫുഡ് ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഇത് ആക്ച്വലി നമ്മൾ എഗ് പ്ലാന്റ് വെച്ചിട്ട് ഒരു ചില്ലി ചീസ് എഗ് പ്ലാന്റ് ആണ് പ്ലാൻ ചെയ്യുന്നത്. ചില്ലി ചീസ് എഗ് പ്ലാന്റോ? അതെ. അപ്പോൾ ആ എഗ് പ്ലാന്റ് കുറച്ചും കൂടെ, അതായത് ബ്രിഞ്ചോൾ കുറച്ചും കൂടെ എഗ് പ്ലാന്റിന്റെ നോട്ടിൽ ലോങ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഗ്രില്ല് ചെയ്ത് റോൾ ചെയ്ത് ചെയ്യാം. ഇന്ന് നമ്മളൊരു വേറെ ഫോർമാറ്റിലാണ് ചെയ്യുന്നത്. അത് ആക്ച്വലി ചില്ലി ചീസ് എന്ന് പറയുന്നത് ഒരു ഭൂട്ടാൻ ഡിഷാണ്. അത് ഭയങ്കര വൈറലായ ഒരു ഡിഷാണ്. അതിനെ നമ്മളൊന്ന് പരിവർത്തനം ചെയ്ത് കുറച്ചും കൂടെ ടേസ്റ്റിയർ ആയിട്ട് അതെ നമ്മൾ വഴുതണങ്ങ മെഴുക്ക് വരട്ടിയുടെ ഒരു ടച്ചൊക്കെ കൊണ്ടുവന്ന് ഒരു സ്വീറ്റ് ആൻഡ് സവർ, അതായത് ചെറിയ ഉപ്പും പുളിയൊക്കെ വെച്ചിട്ട് ഈ ചോറ് കഴിക്കാം. വെജിറ്റേറിയൻ അല്ലേ? അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കഴിവതും ഈ പ്ലേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മുടെ ഇവിടെ വറ്റി കുറച്ച് ഓൾറെഡി. അതെ, എൻ്റെ ഇവിടെ വറ്റി വെള്ളം ഇല്ലേ? വെള്ളം നമുക്ക് കുറച്ച് കുറവ് വെള്ളമാണോ തന്നത്? വാട്ടർമെലൻ ജ്യൂസ് എവിടെ? ആരാണ് വാട്ടർമെലൻ ജ്യൂസ് കഴിച്ചതെന്ന്? നമ്മൾക്ക് വറ്റി ഓഫാക്കണോ? ഇല്ല, നല്ല രസമുണ്ട് കിടക്കുന്ന കാണാം അല്ലേ? അപ്പോൾ നമുക്ക് രസം അവിടെ നിൽക്കട്ടെ. നമ്മളൊരു 4-4 പച്ചമുളക് എടുക്കാം അല്ലേ? എടുക്കാം. ഒരിത്തിരി കൂടെ വേണം എന്നുണ്ട്. കുറച്ച് വെക്കണോ? വെള്ളം ഒഴിക്കണോ? വെള്ളം ഒഴിച്ചു കുറച്ച് വെക്കട്ടെ ചേച്ചി? കുറച്ചുകൂടെ വെള്ളം ഒഴിക്കട്ടെ. നിങ്ങളുടെ ഐഡിയാസും കൂടെ യൂസ് ചെയ്യാം. പ്രത്യേകിച്ചും ലേഹ ഭയങ്കര ഐഡിയ ഉള്ള കുട്ടിയാണ്. ഞാൻ ഇവിടെ നിങ്ങളുടെ രണ്ടുപേരും ഉണ്ടാക്കുന്നത് ടേസ്റ്റ് ചെയ്യും, കഴിക്കും. അതാണ് ഇത് അങ്ങനെ ഭംഗിക്കാണ്ടോ വെക്കണ്ടേ? ഇവര് വെറുതെ ഇത് വെച്ചേക്കേക്ക്. ഓക്കെ, ഇത് മതിയോ? മതി, ധാരാളം. ഈ കണ്ണി കൊണ്ട് നിങ്ങൾ വെച്ചാ മതി ചേച്ചി. അപ്പോൾ നമ്മൾ ചില്ലി റെഡിയാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കളയുക. സെറ്റ്. ഓക്കെ, നമ്മളുടെ റൈസ് റെഡിയായോ? റൈസൊക്കെ സെറ്റ്. റൈസ് അടുപ്പ് പടപടപടേന്നാക്കാം അല്ലേ? സെറ്റ്. അടുപ്പ് കത്തിച്ചു. ഓൾറെഡി നമ്മൾ കത്തിച്ചേർന്നു. സെറ്റല്ലേ? എണ്ണ സെറ്റാണ്. ഓക്കെ, എണ്ണ ഇട്ടു. എണ്ണ ഒഴിച്ചു. ഞാൻ ചൂടായാൽ മതിയോ? എണ്ണ ചൂടാവണോ ഞാൻ ചൂടാവണം? ദൈവമേ, എന്താ വേണ്ട ഇപ്പൊ? എണ്ണ ചൂടായിട്ട് അത് കൊള്ളില്ല. ഷെഫ് ആദ്യമായിട്ട് ഇത്രയും കൗണ്ടർ അടിക്കുന്ന ഒരാള്. എന്തൊരു സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷം അല്ലേ? ഇതെല്ലാം എന്തുകൂടെ ഇത് കേട്ടാണല്ലോ. നമ്മൾ അടുത്തത് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബ്രിഞ്ചോൾ എടുത്തിട്ട് മുറിക്കുകയാണ്. റൗണ്ടായിട്ട് കട്ട് ചെയ്യുന്നു. റൗണ്ടായിട്ട് കട്ട് ചെയ്യാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച മുളക് എടുത്തിട്ടു. അതെ. ഓക്കെ, പൊട്ടിത്തെറിക്കുന്നുണ്ടല്ലോ. വെളുത്തുള്ളിയൊക്കെ അവിടെ ഷെഫ് വെളുത്തുള്ളി മാത്രമല്ലേ ഇട്ടുള്ളൂ? വെളുത്തുള്ളി മാത്രമേ ഇട്ടുള്ളൂ. ഓക്കെ, പിന്നെ എന്താണ് ഇപ്പൊ എടുത്തിടുന്നത്? ബട്ടർ എടുത്തിടോ. ഇനി ഒരെണ്ണം കൂടെ. ബട്ടർ ഇട്ടു. ബട്ടർ ഇങ്ങനെ തന്നത് ചതിയായി. പിന്നെ സവോള ഉപ്പിട്ടു അല്ലേ? ഉപ്പിട്ടില്ല. സവാള പോലെ ഇരിക്കണം. സവാള കല്ല് പോലെ ഇരിക്കണം. സവാള ഉപ്പിട്ടു. പിന്നെ ഉപ്പിട്ടിപ്പോ ഇവിടെ കുറച്ച് മതിയല്ലോ. കുറച്ച് മതി. എന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുഞ്ഞ് ബട്ടർ വാങ്ങിച്ചതെന്നുള്ളത് ഞാൻ ഉത്തരവാദിയല്ല. പിന്നെ ബട്ടർ പിന്നെ ഇടണോ? അല്ലല്ലോ, ആദ്യം ഇട്ടാ തന്നെ കേട്ടോ. ആദ്യം നമ്മൾ മൊത്തം ഇട്ടില്ലേ? ഓക്കെ. ഈ ബട്ടർ കാണുമ്പോഴൊക്കെ കഴിക്കാൻ തോന്നും. നല്ല കാര്യം. നമ്മളിവിടെ പഞ്ചസാര ഇട്ടു. പഞ്ചസാര എടുത്തിട്ട്. ഓക്കെ,
കേക്ക് നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെയാണ് ഇട്ടതെന്നുള്ളത്. ആദ്യം എണ്ണ, ബട്ടർ 2 ചെറിയ സാഷ പാക്കറ്റ്സ്, മുളക്, ഉപ്പ്, സവോള, പഞ്ചസാര, വെളുത്തുള്ളി. മുളക് നന്നായിട്ടൊന്ന് ഗ്രില്ലാവണം. മുളക് നന്നായിട്ടൊന്ന് ഗ്രില്ലാവണം. അതെ, ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഇട്ടേക്കുന്നത്. നമ്മൾ കുറച്ച് ബ്രിഞ്ചോൾ എടുക്കുന്നു, സോൾട്ട് ഇടുന്നു. ഇതെടുത്ത് മാറ്റിയിട്ട് ഈ പാത്രം മാറ്റിയിട്ട് ഓക്കെ, നമ്മൾ സോൾട്ട് ഇട്ട് ജസ്റ്റ് ഇങ്ങനെ സോൾട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഞെകിടുക അല്ലേ, ഞെവിടുക. എണ്ണ ഒഴിക്കുന്നു, കുറച്ച് എണ്ണയും. ഓക്കെ, ഓക്കെ, കുറച്ച് എണ്ണയും കുറച്ച് സോൾട്ടും അല്ലേ, രണ്ടും കൂടെ ഇട്ടിട്ട് ഞെവിടുക, മാരിനേറ്റ് ചെയ്യുന്നത് പോലെ അല്ലേ, മതി. ഓക്കെ, അതേ അടുത്ത് നമ്മൾ ചീസ് എടുക്കുകയാണ്. ഫുൾ ചീസാ? അടുത്ത ചീസ് ഓക്കെ അല്ലേ, ചില്ലി ചീസ് റെഡി ആയിട്ടുണ്ട്. ചില്ലി ചീസ് റെഡി ആയിട്ടുണ്ട്. സോറി, അതിന് ചില്ലി ചീസ്. നമ്മൾ മൈദ എടുത്തിട്ട് ചില്ലി ചീസ് മൈദൻ്റെ അകത്തേക്ക് ഞാൻ അങ്ങോട്ട് കൊണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്. വെറുതെ മുക്കിയാൽ മതിയോ? വെറുതെ ഒന്ന് മുക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പം നമ്മൾ ചീസ് ഇട്ടതിന് ശേഷം അതൊരു സൈഡിലേക്ക് ആക്കിയിട്ട് നമ്മൾ ബ്രിഞ്ചോളിൻ്റെ അതുപോലെ ഒരു കറി പ്ലേറ്റ് ബ്രിഞ്ചോളിൻ്റെ എടുത്തിട്ട് ഒന്ന് മൈദയിലിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നേരെ ഇടുന്നു. തിരിച്ചു മറിച്ച് വിട്ടിട്ട് പൊരിക്കുന്നു. അതാണ് സംഭവം. റെഡി. ചില്ലിയും ചീസ്. ഓക്കെ, അതെന്നാ ഇടുന്ന? ശർക്കരപ്പൊടിയാണ് അടുത്തത് ഇടുന്നത്. ശർക്കരപ്പൊടിയും അടുത്ത് ഇടുന്നു. സെപ്പറേറ്റ് ആണോ? സെപ്പറേറ്റ് അയച്ചിട്ടിട്ട് പിന്നെ ഇതിൻ്റെ കാരമലൈസ് ചെയ്യുന്നു. ശർക്കരപ്പൊടി അത്ര മതി, മാറ്റി വെക്കണോ? അത്ര മതി എന്ന് തോന്നുന്നു. ഇനി എന്നിട്ട് നമ്മൾ കാരമലൈസ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് എൻ്റെ ശർക്കരയും പുളി തീ വന്നല്ലോ. അപ്പോൾ തീ അതിൽ കത്തുവോ? എനിക്ക് പേടിയാ. എനിക്ക് കത്തിക്കേണ്ടത്. ഓക്കെ, അതിൻ്റെ അത് മിക്സ് ചെയ്ത് നമ്മൾ ഇടുക. തെറ്റാണ്. ഒരു മിനിറ്റ്, എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മളിവിടെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞപ്പോഴേക്കും അതിന് എന്താ പരിപാടി? ഞങ്ങളത് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെയാണ്. ഇനി അടുത്ത തൈര് ഇടാണ്. ഈ സംഭവം തിരിച്ച് ഇങ്ങോട്ട് ഇട്ടിട്ട് ഇട്ടോട്ടെ. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നമ്മൾ. തൈര് എടുത്തിടുന്നു. ഓക്കെ, അതിൻ്റെ എല്ലാം കൂടെ ഇട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. ചോറുണ്ടല്ലേ? ഓ മൈ ഗോഡ്, നമുക്ക് തീ ഓഫ് ആക്കാം. ഷെഫിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറയണം. താനല്ലോടോ പറഞ്ഞ ഞാൻ ചേച്ചിയുടെ കൂട്ടാ. അതെ, പക്ഷെ എനിക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. തീ എപ്പോഴും ഓഫ് ആക്കുന്ന കൂട്ടുന്ന അപ്പൊ നമ്മൾ പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഫുൾ റെഡി ആക്കിയിട്ട് ഈ റെസിപ്പിയെ പറ്റി ഒന്നും പറയാം. ഇത് ബേസിക്കലി ബ്രിഞ്ചോൾ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹെൽത്തി ഫുഡാണ്. നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത് രാവണന്റെ ബുദ്ധിയുടെ രഹസ്യം കാരണം അത്രയും ചിന്ത, കാരണം വാട്ട് യു ഈറ്റ് ഇസ് വാട്ട് യു ആർ എന്ന്. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നു അതാണ് നമ്മൾ. ഇപ്പോൾ ഇത് ഭയങ്കര ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിച്ച് ഫുഡാണ്. ഇതിനകത്ത് നമുക്ക് തൈര് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ പാൽ ഉപയോഗിക്കാം. പാൽ ഉപയോഗിച്ചാൽ കുറച്ചും കൂടെ ക്രീമി ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ചീസിന് പകരം അല്ലേ? അതെ, ചീസിന് പകരം ഉപയോഗിക്കാം. ചീസിന്റെ കൂടെ തന്നെ തേങ്ങാപ്പാലും ഉപയോഗിക്കാം, പശുവും പാലും ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ആ വാട്ടർമെലൺ ജ്യൂസ് കട്ട് ചെയ്തതിൻ്റെ ഒരു അല്ലേ, അതിൻ്റെ ഒരു ബേസിക് തണ്ട് വേസ്റ്റ് ചെയ്ത് കളയണ്ട. ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നു. ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതൊന്നും കൂടെ ഒന്ന് ക്രീമി ആക്കാം. തൈര് ഒഴിച്ചോ? അതെ, തൈര് പാലും ഒഴിക്കാം. നമ്മൾ തൈരാണ് ഒഴിക്കുന്നത്. ഒന്ന് ക്രീമി ആക്കാം. നമ്മൾ ലെയർ ചെയ്യാം. നല്ല ക്രീമി ആയിട്ടായിരിക്കുന്നത് അല്ലേ? അതെ, നമ്മൾ ക്രീമി ആക്കിയിട്ട് നമ്മൾ ലെയർ ചെയ്യാൻ പോവാണ്. ഇത് ഓൺ ആക്കണം നമ്മൾ. അതെ,
ഓഫ് ചെയ്തു. കളിക്കാം അല്ല ഓണാക്കാൻ പറ്റുന്ന നേരെ ഓഫ് നല്ല ഇതൊന്നായിട്ട് ഓഫാക്കാം. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു തണ്ണിമത്തൻ റൈസ്. അതെ നമുക്ക് ഉണ്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു കഷ്ണം ബ്രിഞ്ചോൾ ഉണ്ടോ കാണുന്നുണ്ടോ. കാണുന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് ചെയ്യാവോ? അല്ല എനിക്ക് ഇനിയിപ്പോ ഓഫ് ചെയ്യാം. നമ്മളെ ചീസ് എല്ലാം വെച്ചു. അതെ വീണ്ടും നമ്മൾ റൈസ് ബ്രിഞ്ചോള് ചീസ് എല്ലാം വെക്കുന്നു. കണ്ടോ ഓ അവിടെ ലെയർ ചെയ്തു. പിന്നെ അതിന്റെ ബിരിയാണി അല്ലേ? അങ്ങനെയും പറയാം നമുക്ക്. പക്ഷേ ഇങ്ങനെയല്ലേ തട്ടായിട്ടല്ലേ? അതെ നമ്മൾ ലെയർ ചെയ്യുന്നത് അത് നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. ആ ജ്യൂസ് എല്ലാം അങ്ങോട്ട് അതിലേക്ക് ഇറങ്ങും. ഓക്കെ. ഇത് കഴിവതും ബേൺഡ് ആവാതെ നോക്കണം. ആഹാ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. ഇവിടെ ഇങ്ങനെ ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കൈ കൊണ്ട് കഴിക്കണം. കൈ കൊണ്ട് കഴിക്കണം. കൈ കൊണ്ട് കഴിച്ചില്ലെങ്കിൽ ചൂടിന്റെ ടെമ്പറേച്ചർ അതായത് ടെമ്പറേച്ചർ അറിയാം. നല്ല ചൂടാണല്ലോ. ആ സ്പൂണി എടുത്ത് വാപ്പയുടെ കൊച്ചിന് കൊടുക്കും. അതിന് അതൊക്കെ ചിലപ്പോ ഉണ്ടാവും. അപ്പൊ നമ്മളിതെല്ലാം എന്തൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ്? ഇതിപ്പോ നമ്മള് ബ്രിഞ്ചോള് അതിന്റെ പിന്നെ ചില്ലി എടുത്തു, അതിന്റെ അല്ലിയെല്ലാം കളഞ്ഞു, അരിയെല്ലാം കളഞ്ഞു. പിന്നെ അത് നമ്മളിവിടെ നിന്ന് ബട്ടറിൽ അത് പൊരിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ ചീസ് ഇട്ടു, പിന്നെ തൈരിട്ടു. അത് ഞാനേ ഒരു മിക്സ് തരാം. ഓക്കെ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് സോസ് എടുക്കാം. സോസ് നമ്മൾ എടുക്കില്ല. സോസ് എടുക്കും. നമ്മൾ ചില്ലി ഇതിൻ്റെ കൂടെ കഴിക്കേണ്ട കണ്ടോ ഇങ്ങനെ ഞെവിടണം. ഇങ്ങനെ നമ്മൾ ഞെവിടണം. ഇങ്ങനെ ഞെവിടണം. എന്നിട്ട് ഈ സാധനവും ഞെവിടണം. ഓക്കെ. എന്നിട്ട് എന്നാ പണിയാന്നിത് കഴിച്ചാൽ കൊതി അങ്ങോട്ട് വയലിലൂടെ എത്തി അതിനുമ്പോ തട്ടി കുറച്ചിട്ട് അമ്മ മനസ്സുള്ള ഈ ഒരു സഹോദരിക്ക് ഷെഫിൻ്റെ വക. തരില്ല, തിരിച്ചിട്ട് തരില്ല. കുട്ടിസം മാറാത്ത ഈ കുട്ടിക്ക് സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഒരു ബിരിയാണി കഴിച്ചാലൊന്നും ഒരു ഫിഷ് ബിരിയാണി കഴിച്ചാൽ പോലും ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. അടിപൊളി ടേസ്റ്റ്. ഞാൻ കുറച്ചുകൂടെ കഴിക്കാം. മധുരവും എന്തൊക്കെയാന്ന് മനസ്സിലാവുന്നില്ല. ഇനി നമ്മള് ഷെഫിന്റെ ലോകത്ത് നമ്മള് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്നേഹിക്കുന്ന ഷെഫുകളായിരിക്കും. എന്താണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എല്ലാവരുടെയും മനസ്സിലേക്കും ഹൃദയത്തിലേക്കും അല്ല മനസ്സൊന്നും ഹൃദയമൊന്നും തന്നെ മനസ്സിലേക്ക് കൊടുക്കുന്നത് അല്ലേ? ഇത് പിടിച്ചോണം. ഇത് ഞാൻ പിടിക്കണം. ഇത് സിസ്റ്റം പിടിച്ചോണം. ഞാൻ തരുമ്പോൾ കഴിക്കണം. ഇനി നമ്മൾ ഷെഫിന്റെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതല്ലേ ഇത് കഴിക്കുമ്പോൾ ആ മുളക് കൂടെ ചേർത്ത് കണ്ടോ? കഴിച്ചോളൂ. ധൈര്യമായിട്ട് കഴിച്ചോ. ആ മുളകും കൂടെ ആ തന്ന മുളക് കഴിക്കണം. അതിന്റെ കൂടെ മൊത്തം കഴിക്കണം. ഓക്കെ. നിങ്ങൾ കഴിക്കുന്ന സന്തോഷമല്ലേ? അമ്മ വാരി തരണ പോലെ അമ്മമാർക്ക് അങ്ങനെയല്ലേ, മക്കൾക്ക് വാരി കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. ഞാൻ എന്താ ചില്ലി എല്ലാം കൂടി വെച്ചിട്ട് ഒരു കാര്യം കൂടി കാണിക്കുമ്പോൾ ഇത് ബ്രിഞ്ചോൾ സെപ്പറേറ്റ് കഴിച്ചു നോക്കി. അതല്ല, ഇതിപ്പം ചില്ലിയെല്ലാം കൂടി വെച്ചു. ഓ ചേച്ചി കഴിക്കുന്നത് കാണാൻ ഭയങ്കര രസമുണ്ട്. എനിക്ക് വയ്യ. എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു നഷ്ടമൊന്നും എന്താണ് ചേച്ചിക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം പറയാനുള്ളത്? വയറിറങ്ങി ഫുഡ് കഴിച്ചതിന് ശേഷം അല്ല നമ്മള് ഷോനെ പറ്റി പറയുമ്പോ
ഈ ഷോയ്ക്ക് വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമായേനെ അല്ല മാത്രമല്ല നമ്മൾ മാത്രമാണ് ഈ സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് പണിയെടുപ്പിച്ചിട്ട് വിടുന്നത്. വെറുതെ കഴിക്കുമല്ല. നിങ്ങൾക്ക് എന്നെ കുറ്റം പറയാനൊന്നും പറ്റില്ല. ഞാൻ പണിയെടുത്തിട്ടാണ് വെറുതെ വന്ന് ഭക്ഷണം കഴിച്ച് പൈസ മേടിച്ച് പോയെന്നാരും പറയരുത്. ഞാൻ പണി ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചു. സാധാരണ എന്താ സംഭവിക്കുക, നമ്മൾ കുക്ക് ചെയ്യും അല്ലെ, നോക്കിക്കൊണ്ടിരിക്കും, കുറച്ച് ഡയലോഗ് അടിക്കും, പണിയെടുപ്പിച്ചാൽ അതെങ്ങനെയാ? അയ്യോ അതെങ്ങനെ വരുമോ ഇങ്ങനെയൊക്കെയാ? അതെ, പക്ഷെ ഇത് കറക്റ്റ് ഫുള്ള് പറയാൻ സമയം കിട്ടില്ല. ഒന്നും പറയാൻ സമയം കിട്ടില്ല. നമ്മൾ ഇതായിരുന്നു ഫുൾ കുക്കിങ്ങിന്റെ. ഞാൻ ക്യാമറമാൻ്റെ പറയാം, ആ പാത്രവും ആ കൈ വെക്കണം സെപ്പറേറ്റ് എടുക്കണം. ട്രോൾ ചെയ്യാം. മൊത്തം നമ്മൾ മൊത്തം രണ്ടാണോ മൊത്തം പറഞ്ഞു പാത്രക്കാരായി പോയി. അത് പിന്നെ നല്ല രസമുണ്ട്. അതെ, പക്ഷെ ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഫുഡ് കുക്ക് ചെയ്യുന്ന മാത്രമല്ല ഫുഡ് ഭയങ്കര ആസ്വദിച്ച് കഴിക്കും ഞാൻ. നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് നമ്മൾ എവിടെ നിന്ന് കഴിച്ചാലും അത് ഏത് ലോകത്ത് ചെന്നാലും നമ്മൾ ആലോചിക്കുമെന്നുള്ളതാണ് അല്ലേ? ഒരു രക്ഷയില്ലായിരുന്നില്ല. എന്തായാലും അപ്പം നിങ്ങൾ രണ്ടുപേരും അപ്പം നല്ലൊരു ഫുഡ് നല്ലൊരു ഡിഷ് ഉണ്ടാക്കി തന്നതിനും പിന്നെ സ്നേഹത്തോള്ള സംഭാഷണത്തിനും ഇത്രയും നല്ല സമയം നമുക്ക് സന്തോഷകരമാക്കി തന്നതിനും നന്ദി. തിരിച്ചും നമുക്ക് ഭയങ്കര ഏറ്റവും എനിക്കായിരുന്നു ഏറ്റവും കഴിക്കാനും പിന്നെ ഞാൻ ചേച്ചിയുടെ കൂടെ ആയിരുന്നു. ഷെഫിനെ വല്ലപ്പോഴും നമുക്ക് കിട്ടത്തുള്ളൂ. ഇങ്ങനെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരാളെ കിട്ടണമല്ലോ. അപ്പം നമ്മൾ ചേച്ചി പോകുന്നതിന് മുമ്പ് ചേച്ചിക്ക് കുറച്ച് ഗിഫ്റ്റ്സ് കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് പോയാലോ? കുഞ്ഞുങ്ങളുടെ ഭൂമിയിലേക്ക് സുഗന്ധം പകരാൻ നമ്മുടെ പൈതൃക എന്തായാലും പേരക്കുട്ടിക്ക് കൊടുക്കാം. അതെ, പരിശുദ്ധിയുള്ള പാചകം, ആരോഗ്യമുള്ള ജീവിതം നമ്മുടെ വെൽവയുടെ പ്യുവർ കോക്കനട്ട് ഓയിൽ ആണ്. നല്ല രുചികരമായിട്ടുള്ള കറികൾക്ക് നല്ല പുളി വേണം. അപ്പൊ അത് നമ്മുടെ SS ആഗ്രോ ഫുഡ് പ്രൊഡക്ട്സിന്റെ വാളൻ പുളിയാണ്. വാളൻപുളി. ഓക്കെ, വെരി ഗുഡ്. നമ്മളെ കുട്ടികളും നാടൻ ഭക്ഷണ രീതി ശീലമാക്കട്ടെ. അപ്പൊ പാപ്പം ഇഡ്ലി മാവ് ദോശമാവൊക്കെയാണ്. കുറച്ച് കാലത്തേക്ക് അങ്ങോട്ടേക്ക് ഫുഡ് ടേസ്റ്റ് ആവാൻ ഉപ്പ് വേണം. നല്ല ഉപ്പിന് നമ്മുടെ ടേസ്റ്റ് ഓഫ് ഫുഡ്സിന്റെ ഉപ്പാണ്. അപ്പോൾ എല്ലാം ഉണ്ട്. സീക്രട്ട് വൈറ്റൽസ് ബൈ GRTS ഫുഡ് പ്രൊഡക്ട്സ് ആണ്. അടുത്തത് നമ്മുടെ ഇത്തിരി പൊടിക്ക് ഒത്തിരി പുട്ട്, മേജർ പുട്ടുപൊടിയാണ്. എന്റെ അമ്മോ, ഇതെങ്ങനെ പൊക്കണം? ഇപ്പൊ പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോ കൊറേ ഉണ്ട് കേട്ടോ. ഇത് 1 മാസത്തോളം ഉണ്ടാവും. 1 മാസം മുകളിലുണ്ടാവും തോന്നുന്നു. റിച്ച് ഇൻ ന്യൂട്രീഷൻ, സൂപ്പർ റിച്ച് ഇൻ ടേസ്റ്റ്. നമ്മുടെ സ്പൈസ് കേക്സിന്റെ ബട്ടർ സ്കോച്ച് കേക്കാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. എന്തായാലും ഇന്നത്തെ ഒരു സ്പെഷ്യൽ വെജ് ഡിഷ് ആയിരുന്നു ചില്ലി ചീസ്. എഗ് പ്ലാന്റ് ചില്ലി ചീസ്. അപ്പം ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് വിത്ത് വാട്ടർമെലൻ റൈസ്. അപ്പം നമ്മൾ കഴിച്ചു നോക്കിയപ്പോഴാണെങ്കിലും ചേച്ചിയും പറഞ്ഞു, ഓൾറെഡി നമ്മൾ ഫുൾ കഥകൾ പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെ ടേസ്റ്റി ആയിരുന്നു ഫുഡ് എന്നുള്ള. അപ്പം ഈ ഒരു എപ്പിസോഡിൽ ചേച്ചി ഒത്തിരി അധികം താങ്ക് യു ഫോർ ജോയിനിങ്. നമ്മളെ ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ നോക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. എന്തെങ്കിലും ഞാൻ അങ്ങനെ കണ്ണു വെക്കത്തൊന്നും. അപ്പം എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വേറൊരു ഡൗട്ട്, ദൃഷ്ടിയിട്ട് പണി കിട്ടിയിട്ടുണ്ടോ ഇവിടുന്ന്? എന്ത് ചെയ്യുന്നു? ആണോ? അങ്ങനെ പറയാം. ഞാനും കയറിയിട്ടുണ്ട്. കോംപ്ലിമെന്റ് ചെയ്യല്ലോ, നല്ല ഭംഗിയല്ലേ. അപ്പൊ ഇതുവരെ പറയുന്നത് ബാക്കി പറഞ്ഞു കഴിഞ്ഞു. ബാക്കി ഇനി ഞാൻ പറയത്തില്ല. അപ്പം അടുത്ത എപ്പിസോഡിലേക്ക് വരുന്നത് വരെ അപ്പം സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു, ഷെഫ് നളൻ, നിഷ ചേച്ചി. ബൈ ബൈ.